അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ജാവ കാർഡ്. എന്താണ് ജാവ കാർഡ്? Java card refers to a technology that allows Java-based applications to be run securely on smart cards and similar small memory footprint devices. So Java card is a smart card with Java framework, and it is the tiniest of Java platforms targeted for embedded devices. That means it gives the user the ability to program the devices and make them application specific. അതായത് സ്മാർട്ട് കാർഡ്സിലൊക്കെ ആപ്ലെറ്റ്സ്, ചെറിയ ചെറിയ ടൈനി ആപ്ലിക്കേഷൻസിനെയാണ് നമ്മൾ ആപ്ലെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജാവ ബേസ്ഡ് അങ്ങനെയുള്ള ആപ്ലെറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജാവ പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ ടെക്നോളജിയാണ് Java card എന്ന് പറയുന്നത്. So Java card gives the user ability to program the device and make them application specific. Then Java card is an extremely secure Java powered electronic token. Java card could have a number of real world applications. So it is an open standard from Sun Microsystems for a Java for a smart card development platform, and this smart cards created using the Java card platform have Java applets stored on them. So these applets can be added to or changed after the card has been issued. After issuing നമുക്ക് appletsനെ add ചെയ്യാനും change ചെയ്യാനും move ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. ഒരു സ്മാർട്ട് കാർഡിനകത്ത് നമുക്ക് നമുക്ക് എംബഡ് ചെയ്യാൻ പറ്റുന്നത്, സ്മാർട്ട് കാർഡ് ക്യാൻ ബി എംബഡഡ് വിത്ത് ഐദർ ഒന്നെങ്കിൽ ഒരു മൈക്രോ പ്രോസസ്സർ ആൻഡ് എ മെമ്മറി ചിപ്പ് നമുക്ക് എംബഡ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഓൺലി എ മെമ്മറി ചിപ്പ് വിത്ത് നോൺ പ്രോഗ്രാമബിൾ ലോജിക്. രണ്ട് തരത്തിൽ നമുക്ക് സ്മാർട്ട് കാർഡിനെ എംബഡ് ചെയ്യാൻ പറ്റും. ഒന്ന് മൈക്രോ പ്രോസസ്സർ പ്ലസ് മെമ്മറി ചിപ്പ്, അല്ലെങ്കിൽ മെമ്മറി ചിപ്പ് മാത്രം, ഒരു നോൺ പ്രോഗ്രാമബിൾ ലോജിക്കുള്ള ഒരു മെമ്മറി ചിപ്പിനെ മാത്രമായിട്ടും എംബഡ് ചെയ്യാൻ പറ്റും. ഇനി മൈക്രോ പ്രോസസ്സർ പ്ലസ് മെമ്മറി ആണെങ്കിൽ so it can have an intelligent program within the card, so which can add, delete and manipulate information on the card. അപ്പോൾ അങ്ങനെ ഒരു മൈക്രോ പ്രോസസ്സർ പ്ലസ് മെമ്മറിയാണ് നമ്മൾ എംബഡ് ചെയ്തിരിക്കുന്നത്, കാർഡിൽ എംബഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു ഇൻ്റലിജൻറ്റ് പ്രോഗ്രാം ഉണ്ടാവും. ആ പ്രോഗ്രാമിന് കാർഡിനുള്ള ഇൻഫർമേഷനെ, യൂസർ ഇൻഫർമേഷൻ, ഒത്തിരി ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഒരു കാർഡിൽ യൂസറിനെ സംബന്ധിച്ചുള്ള ഒത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാർഡിനുള്ളിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫർമേഷനെയൊക്കെ ഡിലീറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഒക്കെ ഈ ഇൻ്റലിജൻറ്റ് പ്രോഗ്രാമിന് പറ്റും. അതേസമയം മെമ്മറി ചിപ്പ് മാത്രമേ ഉള്ളൂ, സ്മാർട്ട് കാർഡിനുള്ളിൽ മെമ്മറി ചിപ്പ് മാത്രമേ ഉള്ളെങ്കിൽ അതിനകത്ത് പ്രോഗ്രാം ഒന്നും ഉണ്ടാവില്ല. അതിന് സം സ്പെസിഫിക് ഫങ്ഷന് വേണ്ടിയുള്ള കുറച്ച് ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ജാവ കാർഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ജാവ ടെക്നോളജി അല്ലെ, യൂസ്ഡ് ഫോർ ടൈനി ആപ്ലിക്കേഷൻസ് നോൺ ആസ് ആപ്ലെറ്റ്സ്. ആപ്ലെറ്റ്സിന് വേണ്ടി അല്ലെങ്കിൽ ചെറിയ ജാവ ആപ്ലിക്കേഷൻസ്, കാർഡിൽ ചെറിയ തരത്തിലുള്ള ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ജാവ ടെക്നോളജിയാണ് ജാവ കാർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി റിസോഴ്സ് ലിമിറ്റഡ് ആയിട്ടുള്ള ഡിവൈസസിന് വേണ്ടിയാണ്. ലൈക്ക് നമ്മുടെ സ്മാർട്ട് കാർഡ്സിന് വേണ്ടിയാണല്ലോ. സ്മാർട്ട് കാർഡ്സ് റിസോഴ്സ് ലിമിറ്റഡ് ആയിട്ടുള്ള ഡിവൈസസ് ആണ്. ഇനി this Java card technology is used on mobile phone subscriber identity module, SIM cards, ATM cards, financial cards, health care identification cards, smart tickets, അങ്ങനെ പലതരത്തിലുള്ള റിസോഴ്സ് ലിമിറ്റഡ് ആയിട്ടുള്ള ഡിവൈസസിലാണ് ഈ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ക്രിയേറ്റിംഗ് ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആപ്ലെറ്റ്സ്.
So like other any application created using a Java programming language, these applets have a feature. മറ്റേതൊരു ആപ്ലിക്കേഷൻ that was created using Java programming language യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത മറ്റൊരു ആപ്ലിക്കേഷനെയും പോലെ ജാവ ആപ്ലെറ്റ്സിനുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ റൈറ്റ് വൺസ് റൺ എനിവെയർ ക്യാപ്പബിലിറ്റിയാണ്. ദാറ്റ് മീൻസ് it will run on any Java card technology enabled smart card. ഏതൊരു ജാവ കാർഡ് എനേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജി എനേബിൾഡ് ആയിട്ടുള്ള ഡിവൈസിലും സ്മാർട്ട് കാർഡിലും നമ്മുടെ പ്രോഗ്രാം ആപ്ലെറ്റ് റൺ ചെയ്യാനായിട്ട് പറ്റും. ഏത് ഹാർഡ്വെയർ ഏതാണെങ്കിലും മാനുഫാക്ചർ ഏതാണെങ്കിലും ജാവ വിർച്വൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാമിനെ ആപ്ലെറ്റിനെ ഏതൊരു കാർഡിലും റൺ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി, ജാവ കാർഡിൻ്റെ ഹിസ്റ്ററി. 1996 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ള ചേഞ്ചസ് ആണ്. ഒരു മോർ ദാൻ 90% സ്മാർട്ട് കാർഡ് ഇൻഡസ്ട്രിയിലെ മോർ ദാൻ 90% മാനുഫാക്ചേഴ്സും യൂസ് ചെയ്യുന്നത് ജാവ കാർഡ് ടെക്നോളജിയാണ്. ജാവ കാർഡ് ടെക്നോളജി ഈസ് വൈഡ്ലി യൂസ്ഡ് വിത്ത് ജാവ കാർഡ് മാനുഫാക്ചേഴ്സ് അക്കൗണ്ടിങ് മോർ ദാൻ 90% ഓഫ് ദ എൻറ്റയർ സ്മാർട്ട് കാർഡ് ഇൻഡസ്ട്രി. So what is Java card? Java plus card is equal to Java card. It is an adoption of Java platform for usage on smart cards. Smart cards-ൽ ആപ്ലെറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ജാവ ടെക്നോളജിയാണ് ജാവ കാർഡ് എന്ന് പറയുന്നത്. ടൈനി ജാവ ഒറിജിനൽ ജാവയുടെ ഒരു ടൈനി വേർഷനാണ് ജാവ കാർഡ് എന്ന് പറയുന്നത്. It's a programmable smart card, a multi-application smart card, a smart card for secure application loading. Then smart cards are smart. How? They can store and process information. Smart cards can be used to add authentication and secure access to information systems that require a high level of security. So Java card application programming specification, which defines the core framework and extension Java packages and classes for smart card applications. The next is elements of Java card application. നമുക്കറിയാം ഈ ഈ ആപ്ലെറ്റ്സ് എന്ന് പറയുന്നത് they have to run on resource constrained or constrained environmentsലാണ് അതിന് വർക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ജാവ കാർഡ് ബൈറ്റ് കോഡ് എന്ന് പറയുന്നത് വളരെ ടൈനി ആയിരിക്കും. In fact, only a subset of the entire Java programming language APIs, which is used in writing the source code for Java card applet. After the source code is written, നമ്മൾ source code എഴുതി കഴിഞ്ഞാൽ then it is saved as a .java file and it is then compiled into a class file. അതിനെ അത് കഴിഞ്ഞ് ക്ലാസ് ഫയലായിട്ട് കമ്പൈൽ ചെയ്ത് കൺവേർട്ട് ചെയ്യും. ഏതൊരു ജാവ ആപ്ലിക്കേഷനും സാധാരണ രീതിയിലൊരു ഓർഡിനറി ജാവ ആപ്ലിക്കേഷൻ അങ്ങനെയാണ് ചെയ്യുക. java ഫയലിനെ കമ്പൈൽ ചെയ്ത് ക്ലാസ് ഫയലായിട്ട് മാറ്റും. ദെൻ അവിടെയും ദ ഡെവലപ്മെൻറ്റ് പ്രോസസ് ഡസ് നോട്ട് എൻഡ് ദെയർ. ഈ ഡോട്ട് ക്ലാസ് ഫയലിനെ ഒരു കൺവേർട്ടഡ് ആപ്ലെറ്റ് ഫയലായിട്ട് CAP ഫയലായിട്ട് ദെൻ കൺവേർട്ട് ചെയ്യും. ദ ക്ലാസ് ഫയൽ മസ്റ്റ് ബി ദെൻ കൺവേർട്ടഡ് into a smaller converted applet file. ഒരു ചെറിയ ഫയലായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. CAP ഫയൽ എന്ന് പറയും.
ദെൻ ഈ കൺവേർഷൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ് ഫയലിനെ ദെൻ ഇറ്റ് ക്യാൻ ബി വെരിഫൈഡ് ആൻഡ് ഫൈനലി ഇൻസ്റ്റാൾഡ് ഓൺ ദ കാർഡ്. അങ്ങനെയാണ് ഫൈനൽ ആപ്ലെറ്റിനെ, വളരെ ടൈനി ആയിട്ടുള്ള ആപ്ലെറ്റിനെ കാർഡിൽ, സ്മാർട്ട് കാർഡിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പ്രോഗ്രാം എഴുതും, സോഴ്സ് കോഡ് എഴുതും. ആ സോഴ്സ് കോഡ് എഴുതാനായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് APIസിൻ്റെ ഓൺലി ഒരു ചെറിയ ഭാഗം, ഒരു ചെറിയ സബ്സെറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ സോഴ്സ് കോഡ് എഴുതി കഴിഞ്ഞാൽ, അങ്ങനെ ആപ്ലെറ്റിന് വേണ്ടിയുള്ള സോഴ്സ് കോഡ് എഴുതി കഴിഞ്ഞാൽ അതിനെ .java ഫയലായിട്ടായിരിക്കും സേവ് ചെയ്യുന്നത്. ആ ഫയലിനെ ദെൻ കമ്പൈൽ ചെയ്ത് ക്ലാസ് ഫയലായിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ആ ക്ലാസ് ഫയലിനെ ഏതൊരു പ്രോഗ്രാമിനെയും ചെയ്യുന്ന പോലെ തന്നെ ക്ലാസ് ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യും, ദെൻ ക്ലാസ് ഫയലായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ആ ക്ലാസ് ഫയലിനെ എന്ത് ചെയ്യും, കൺവേർട്ടഡ് ആപ്ലെറ്റ് ഫയലായിട്ട്, അതായത് CAP ഫയലായിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ഈ CAP ഫയലിനെ നമുക്ക് കാർഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും, വെരിഫൈ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കാർഡ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ആപ്ലെറ്റ്സിനെ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും മാറ്റാനും ഒക്കെ പറ്റും.